ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു നോമ്പ് കാലത്ത് ഒരു ശിഷ്യൻ ഗുരുവിനോട് സംസാരിക്കുന്നുണ്ട്. ഗുരുവേ, ഈ നോമ്പിൻ്റെ തീർത്ഥാടനത്തിൽ യാത്ര ചെയ്യുമ്പോൾ മനസ്സിൽ ഓർത്തിരിക്കുവാൻ, ചിന്തകളിൽ ഓർത്തിരിക്കുവാൻ അങ്ങൊരു സൂക്തം പറഞ്ഞു തരണം. ഗുരുവിൻ്റെ മറുപടി വളരെ ലളിതമാണ്. ഗുരു ശിഷ്യനോട് പറയുന്നുണ്ട്, ഈ നോമ്പിൽ നിൻ്റെ ചിന്തകൾക്ക്, നിൻ്റെ വിചാരങ്ങൾക്ക്, നിൻ്റെ ബോധ്യങ്ങൾക്ക്, നിൻ്റെ കേൾവികൾക്ക്, നിൻ്റെ സംസാരങ്ങൾക്ക്, നിൻ്റെ കണ്ണുകൾക്ക് നോമ്പാകണം. യഥാർത്ഥത്തിൽ ഗുരു അവിടെ നിർത്തുന്നില്ല. ഗുരു നിർത്തുന്നത് എങ്ങനെയാണ്? നിൻ്റെ സ്പർശനത്തിന് പോലും നോമ്പാകണം. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 30-ാം വാക്യത്തിൽ ഇപ്രകാരം വചനം നമ്മോട് സംസാരിക്കുന്നു. അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഈ പാപഭംഗിലമായ ലോകത്തിൽ നമ്മളെല്ലാവരും ജീവിക്കുമ്പോൾ, ജീവിത പന്താവിൽ പാപത്തിൻ്റെ പടുകുഴിയിൽ പലപ്പോഴും വീണു പോകുമ്പോൾ, വചനം നമ്മെ പഠിപ്പിക്കുന്നു, അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും ദൈവസാന്നിധ്യ ബോധ്യത്തിലേക്ക് തിരികെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനായി യഥാർത്ഥത്തിൽ ഈ നോമ്പിൻ്റെ കാലം നമുക്കായി പിതാക്കന്മാർ വേർതിരിച്ച് തന്നിരിക്കുകയാണ്. നമ്മുടെ പൂർവിക പിതാക്കന്മാരുടെ ജീവിത പന്താവിലൊക്കെ, അവരുടെ ജീവിതചര്യകളെയൊക്കെ പരിശോധിക്കുമ്പോൾ, കഷ്ടതകളുടെയും നൊമ്പരങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂലതകളുടെയും എല്ലാം നടുവിൽ ക്രിസ്തുവിനെ ചാരി നിന്ന് ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങളെ ജീവിതത്തിൽ സാംശീകരിച്ച് ക്രിസ്തുവിൻ്റെ വചനങ്ങളെ ഹൃദയത്തിൻ്റെ പലകകളിൽ എഴുതി വെച്ച് വിശുദ്ധിയോടെ ജീവിതത്തിൻ്റെ നല്ല മൂല്യങ്ങളെ ലോകത്തിന് പകർന്നു നൽകിയ നമ്മുടെ പിതാക്കന്മാരുടെ ജീവിത ശൈലികൾ എന്തോ ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ജീവിത പന്താവിൽ നാം പകർത്തേണ്ടതായിട്ടുണ്ട്. പൂർവിക സൂരികൾ നമുക്ക് പകർന്നു തന്ന വിശുദ്ധിയുടെ തലം അതാണല്ലോ യേശുതമ്പുരാനും വചനത്തിൽ കൂടി നമ്മോട് സംസാരിക്കുന്നത്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകണം. യഥാർത്ഥത്തിൽ ഈ നോമ്പിൻ്റെ പൂർത്തീകരണം അതിനായി നമ്മെ മാടി വിളിക്കുകയാണ്. ഈ നോമ്പിൻ്റെ പൂർത്തീകരണത്തിൽ ആ തലത്തിലേക്ക് വളരുവാൻ ക്രിസ്തു ആഗ്രഹിക്കുകയാണ്. വിശുദ്ധിയുടെ ആ വലിയ അനുഭവതലത്തിലേക്ക് വളരുവാൻ, ഉയരുവാൻ, നാം ഒരു വിശുദ്ധരായി മാറുവാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നു. ആ തലത്തിലൂടെ നമുക്ക് ഈ നോമ്പിൻ്റെ പ്രാർത്ഥനകൾ, ആരാധനകൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മുടെ വന്നുപോയ കുറവുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മാനസാന്തരപ്പെടുവാൻ, വിശുദ്ധിയിലേക്ക് വളരുവാൻ ഈ തീർത്ഥാടനം മുഖാന്തരമായി മാറട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.